നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ വല്ലച്ചിറ പഞ്ചായത്ത് സമ്മേളനം നടന്നു. കപിലാശ്രമം മഠാധിപതി സ്വാമി തേജസ്വരൂപാനന്ദ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ പ്രസ് ക്ലബിന്റെ 16ാം വാർഷികം ഡിസംബർ 15-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒല്ലൂർ ശ്രീഭവനം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന വാർഷികാഘോഷം കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. വെങ്ങിണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവീക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് ക്ഷേത്ര അങ്കണത്തിൽ നടന്ന ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. വല്ലച്ചിറ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ വല്ലച്ചിറ പഞ്ചായത്ത് സമ്മേളനം നടന്നു. കപിലാശ്രമം മഠാധിപതി സ്വാമി തേജസ്വരൂപാനന്ദ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് സംഘടനാ പ്രസിഡന്റ് R. സോമനാഥൻ ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കിയിട്ടുള്ള ഒന്നാണ് ഈ വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. ഒരു കൈയിൽ ഖുർആനും മറുകൈയിൽ വാളുമായി ഭാരതത്തിന്റെ ഹൃദയഭൂമിയിലേക്ക് കടന്നു വന്ന മുഗളന്മാർ നമ്മുടെ ആരാധനാലയങ്ങളെ തകർത്ത് നമ്മുടെ മണ്ണിന്റെ മേലെ അധിനിവേശം നടത്തി നമ്മുടെ സംസ്കാരത്തെ മുച്ചൂടും നശിപ്പിച്ച് നമ്മുടെ പെണ്ണിന്റെ മേലെയും ആധിപത്യം പുലർത്തി എങ്ങനെയാണോ ഇവിടെ ഭീകര താണ്ഡവമാടിയത്, ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ മറ്റൊരു അധിനിവേശമാണ് ഈ വഖഫിന്റെ വിഷയത്തിൽ ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് സംഘടനാ സെക്രട്ടറി TN ഗിരീഷ്, ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് സംഘടനാ ജനറൽ സെക്രട്ടറി T. ഹരിഹരൻ, ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി P. സുനിൽകുമാർ, NVF നാഷണൽ പ്രസിഡന്റ് രവി ചേർ, KPMS ജില്ലാ സെക്രട്ടറി ശോഭ ചിറപ്പാടത്ത്, അരവിന്ദാക്ഷൻ, ദാസൻ കാരണയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഒല്ലൂർ പ്രസ് ക്ലബിന്റെ 16ാം വാർഷികം ഡിസംബർ 15-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒല്ലൂർ ശ്രീഭവനം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന വാർഷികാഘോഷം കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത പത്രപ്രവർത്തകനായിരുന്ന TV അച്യുത വാര്യർ സ്മാരക മാധ്യമ അവാർഡുകൾ, പ്രസ് ക്ലബ് എക്സലൻസ് അവാർഡ്, ജീവകാരുണ്യ പ്രവർത്തകനെ ആദരിക്കൽ എന്നിവയും ചടങ്ങിൽ നടക്കും. റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് എടക്കുന്നി, സെക്രട്ടറി KR ഔസേപ്പ് എന്നിവർ പത്രസമ്മേളനത്തിൽ സംസാരിച്ചു. നേരത്തെ പ്രിയപ്പെട്ട സുരേഷ് സൂചിപ്പിച്ചതുപോലെ 3 പ്രധാനപ്പെട്ട അവാർഡുകൾ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഒന്ന്, പ്രവാസി ഈ ലോകത്ത് വലിയ ശ്രമകരമായിട്ടുള്ള പരിശ്രമം നടത്തി ഇവിടെയും പ്രവാസത്തിലും വളരെയേറെ ആളുകൾക്ക് ജീവിതോപാധി കണ്ടെത്തുന്നതിന് വേണ്ടി വലിയ സഹായങ്ങൾ ലഭ്യമാക്കിയിട്ടുള്ള നമ്മുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ജോയ് ഇലാനെയാണ് എക്സലൻസ് അവാർഡ് നൽകി പ്രസ് ക്ലബ്ബ് ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അവർ തന്നെ ആ കാര്യം തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രാദേശിക പത്രപ്രവർത്തകർക്കുള്ള TV അച്യുത വാര്യർ സ്മാരക അവാർഡ്. TV അച്യുത വാര്യർ നമ്മുടെ പ്രദേശത്തിൻ്റെ പത്രപ്രവർത്തന പരിചയത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഒരു ഐക്കണാണ്. ശ്രീ TV അച്യുത വാര്യർ അവാർഡ് മാതൃഭൂമിയുടെ പുതുക്കാട് ലേഖകനായിട്ടുള്ള ശ്രീ ശോഭിന് നൽകാൻ വേണ്ടിയാണ് ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്.
ദൃശ്യമാധ്യമ പ്രവർത്തകനുള്ള അവാർഡ് ACBയുടെ തൃശ്ശൂർ ലേഖകനായിട്ടുള്ള പ്രദീപ് ഉണ്ണിക്കും സമ്മാനിക്കുന്നത്. അതേ സമയം തന്നെ ഒല്ലൂരിലെ സാംസ്കാരിക രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ മണ്ഡലം പ്രസിഡന്റും മഞ്ചേരിച്ചിറ യൂണിറ്റ് പ്രസിഡന്റുമായിട്ടുള്ള ബിജു എടക്കളത്തൂരിനെയും ആദരിക്കാൻ ഈ ഘട്ടത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള തരം പരിപാടികളാണ് ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട സ്പീക്കറുടെ സാന്നിധ്യം തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായി അതിൽ വരും. പ്രസ് ക്ലബിൻ്റെ 16ാം വാർഷികാഘോഷം ഈ വരുന്ന ഞായറാഴ്ച 15-ാം തീയതി ശ്രീ ഭവനം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. ഈ സമ്മേളനത്തിൽ, ഈ വാർഷികാഘോഷത്തിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് നൽകി വരുന്ന TV പ്രശസ്തനായിട്ടുള്ള പത്രാധിപര് TV അച്യുതവാര്യരുടെ സ്മരണയിൽ ഒരു 2 അവാർഡുകൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ വിവിധ അവാർഡുകളും ആദരിക്കലും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനം വിളിച്ചത്. വെങ്ങണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവീക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ഒരു മുറി തേങ്ങയും ഒരു നാണയവും ദേവിയുടെ പ്രസാദമായി നൽകി. INTUC നേതാവും മുൻ MLA-യുമായിരുന്ന PR ഫ്രാൻസിസിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ വ്യാഴാഴ്ച വൈകിട്ട് 4-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒല്ലൂർ പനംകുറ്റിച്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് നടക്കുന്ന ചടങ്ങുകൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. PR ജന്മശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ജെയ്ജു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിക്കും. PR ജന്മശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ജെയ്ജു സെബാസ്റ്റ്യൻ, ജനറൽ കൺവീനർ റീസൻ വർഗീസ്, ട്രഷറർ ഡേവിസ് ചക്കാലക്കൽ, കോർഡിനേറ്റർ സന്ദീപ് സഹദേവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട ജോസാണ് PR കുറിച്ചുള്ള പുസ്തകം സമരതീക്ഷമായ ഇന്നലകൾ എന്നുള്ള പുസ്തകം എഴുതി അതിൻ്റെ പ്രകാശനം പ്രിയപ്പെട്ട PM സുധീരൻ നടത്തിയത്. നമ്മൾ 19-ാം തീയതി ഡിസംബർ മാസം വൈകിട്ട് 4 മണിക്ക് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട VD സതീശനാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം. അത് ഒല്ലൂരിലെ PR-മായി അടുത്തിടപഴകിയ അദ്ദേഹം ജനിച്ച് 100 വർഷം ഇപ്പോൾ പൂർത്തിയാക്കിയപ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹവുമായി ഇടപെട്ട പാർട്ടിയിലെയും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്തെയും ഉള്ള മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മകനും അതുപോലെ തന്നെ മകളും ഒക്കെ ഈ പരിപാടിയിൽ, കുടുംബാംഗങ്ങളൊക്കെ ഇതിൽ പങ്കെടുക്കും. ഈ പരിപാടിയിൽ അദ്ദേഹവുമായി അടുപ്പമുള്ള മുഴുവൻ ആളുകളെയും യോജിപ്പിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അന്തിക്കാട് ഹൈസ്കൂളിലെ പാചകപ്പുരയുടെ കല്ലിടൽ കർമ്മം നടന്നു. നാട്ടിക MLA CC മുകുന്ദൻ കല്ലിടൽ കർമ്മം നിർവഹിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. MLA-യുടെ 2023-24 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പാചകപ്പുര നിർമ്മിക്കുന്നത്. അന്തിക്കാട് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക VR ഷില്ലി ടീച്ചർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരണ്യ രജീഷ്, ബ്ലോക്ക് മെമ്പർ CK കൃഷ്ണകുമാർ, പഞ്ചായത്ത് മെമ്പർ TP രഞ്ജിത് കുമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TK മാധവൻ, PTA പ്രസിഡന്റ് സജീഷ് മാധവൻ, വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളായ KV രാജേഷ്, KB രാജീവ്, മണികണ്ഠൻ പുളിക്കത്തറ, ഉസ്മാൻ എടയാടി, PTA വൈസ് പ്രസിഡന്റ് NT ഷാജിൽ, MPTA പ്രസിഡന്റ് സിജിത രാജീവ്, NR പ്രീജി ടീച്ചർ എന്നിവർ സംസാരിച്ചു. നിരവധി കേസുകൾക്ക് തുമ്പുണ്ടാക്കിയ തൃശൂർ റൂറൽ ജില്ലയിലെ K9 സ്ക്വാഡിലെ അംഗമായ ഹണി വേർപിരിഞ്ഞു. കരൾ രോഗത്തെ തുടർന്ന് 25 ദിവസമായി മണ്ണുത്തി വെറ്റിനറി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഹണി രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ശനിയാഴ്ച രാവിലെ മരണപ്പെടുകയായിരുന്നു.
തൃശൂർ റൂറൽ ജില്ലയിലെ K9 സ്ക്വാഡിലെ അംഗമായ ലാബ്രഡോർ റീട്രീവർ ഇനത്തിൽപ്പെടുന്ന ഹണി എന്ന പട്ടിയെ 2016 ഡിസംബർ മാസത്തിൽ ഹരിയാനയിൽ നിന്നും 9 മാസത്തെ ട്രാക്കർ ട്രെയിനിംഗ് വിജയകരമായി പൂർത്തിയാക്കി 2017 സെപ്റ്റംബർ മാസത്തിൽ ലോക്കൽ പോലീസിൽ അംഗമാകുകയായിരുന്നു. 2018 മാർച്ച് മാസം മുതൽ തൃശൂർ റൂറൽ K9 സ്ക്വാഡ് അംഗമായിരുന്നു. തൃശൂർ റൂറൽ ജില്ലയിൽ നിരവധി മോഷണ കേസുകളിൽ തെളിവുകൾ ലഭിക്കുന്നതിനും കൊലപാതക കേസുകളിൽ തുമ്പുണ്ടാക്കുന്നതിനും ഹണിയുടെ സേവനം വിസ്മരിക്കാവുന്നതല്ല. തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ പ്രതികൾ നടത്തിയ തുമ്പൂർ പള്ളി മോഷണ കേസ്, ചാലക്കുടി ഇടശ്ശേരി ജ്വല്ലറി മോഷണ കേസ് തുടങ്ങിയ കേസുകളിൽ വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഹണിയുടെ പങ്ക് നിർണായകമാണ്. മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കട്ടൻ ബസാർ ദേശത്ത് പി വെമ്പല്ലൂരിയ മനയത്ത വീട്ടിലെ ബൈജു മകൻ ബിജിത്ത് എന്നയാളെ അതിഥി തൊഴിലാളികൾ കൊലപ്പെടുത്തിയ കേസിൽ നിർണായക തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഹണിക്ക് കേരള DGPയുടെ ബാഡ്ജ് ഓഫ് ഓണർ 2019 ലഭിച്ചിട്ടുണ്ട്. 2020 ഹണിയുടെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി കേരള DGPയുടെ എക്സലൻസി റിവാർഡ് മെഡൽ ലഭിച്ചിട്ടുണ്ട്. ചാവക്കാട് തിരുവത്ര കാഞ്ഞിരപ്പറമ്പിൽ ജയപ്രകാശിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന 2 ഇരുചക്ര വാഹനങ്ങൾ കത്തിച്ച കേസിൽ സംഭവ സ്ഥലത്ത് വന്ന ഹണി സംഭവ സ്ഥലത്തു നിന്നും മണലിൽ പതിഞ്ഞ പ്രതിയുടെ കാൽപാദത്തിന്റെ പ്രിന്റിൽ നിന്നും മണം പിടിച്ച് പ്രതിയുടെ വീട്ടിലെത്തിച്ചേർന്ന സംഭവവും ഹണിയുടെ പ്രവർത്തനങ്ങൾ മികവുറ്റതായിരുന്നു. ഹണിയുടെ വേർപാട് പോലീസ് സേനയ്ക്ക് നികത്താനാവാത്ത വിടവാണ് എന്ന് റൂറൽ SP നവനീത് ശർമ്മ IPS പറഞ്ഞു. K9 സ്ക്വാഡ് അംഗമായ ഹണി എന്ന പേരുള്ള K9 ഇന്ന് അന്തരിച്ചു. ഹണി 8 വർഷം ഏജായിരുന്നു. രക്തത്തിൻ്റെ കാർസിനോമ അസുഖം വന്നതുകൊണ്ട് ഈ K9 അന്തരിച്ചു. സർവീസ് കാലത്തിൽ 8 വർഷം വളരെ ഭംഗിയായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരുപാട് സഹായം നൽകിയ, ഒരുപാട് സേവനം നൽകിയ K9 ആണ്. അതിൻ്റെ എല്ലാവരും നമ്മളെല്ലാവരും തൃശ്ശൂർ റൂറലിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് ഹണിക്ക് യാത്രയയപ്പ് നൽകിയത്. അഡീഷണൽ SP VA ഉല്ലാസ്, ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, തൃശൂർ റൂറൽ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP P അബ്ദുൾ ബഷീർ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. അജീഷ്, അനീഷ് എന്നിവരായിരുന്നു ഹണിയെ കൈകാര്യം ചെയ്തിരുന്നത്. പാലപ്പള്ളി കുണ്ടായിയിൽ കാട്ടാനകൾ പെരുകുന്നു. മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് കുട്ടികൾ ഉൾപ്പെടെ 20ഓളം കാട്ടാനകൾ. പകൽ സമയത്ത് റബ്ബർ തോട്ടങ്ങളിലും പുഴയിലും വൈകിട്ടായാൽ റോഡിലും ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം കുണ്ടായി ചൊക്കന്ന പ്രദേശത്തുള്ളവരുടെ ഉറക്കം കെടുത്തുകയാണ്. 10 ദിവസത്തിലേറെയായി ഈ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്നത് കുട്ടികൾ ഉൾപ്പെടെ 20ഓളം ആനകളാണ്. അടിക്കാടുകൾ വളർന്നു നിൽക്കുന്ന തോട്ടങ്ങളിൽ ആവശ്യത്തിലേറെ തീറ്റയുള്ളതാണ് ആനകളെ ആശ്രയിക്കുന്നത്. തോട്ടങ്ങളിലും കുണ്ടായിപ്പുഴയിലും കൂട്ടത്തോടെയാണ് ആനകൾ എത്തുന്നത്. ആനകൾ നിന്നാൽ കാണാൻ കഴിയാത്ത വിധം തോട്ടങ്ങളിൽ കാടുമൂടിയതുമൂലം ഭീതിയോടെയാണ് തൊഴിലാളികൾ പണിക്കിറങ്ങുന്നത്. ഇതേ അവസ്ഥയിലുള്ള പുനർനടിൽ നടക്കാത്ത തോട്ടങ്ങളും ആനകളുടെ വിഹാര കേന്ദ്രമായി മാറുകയാണ്. വൈകിട്ടോടെ റോഡിലിറങ്ങുന്ന ആനകളെ ഭയന്നാണ് വാഹനയാത്രക്കാർ കടന്നു പോകുന്നത്. കാട്ടാനശല്യം രൂക്ഷമായിട്ടും തോട്ടങ്ങളിലെ കാട് വെട്ടിത്തെളിക്കാൻ മാനേജ്മെന്റും ആനകളെ കാടുകയറ്റാൻ വനപാലകരും കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. തോട്ടം തൊഴിലാളികളും ആദിവാസികളും ഉൾപ്പെടെ നിരവധി കുടുംബങ്ങളാണ് പ്രദേശത്ത് താമസിക്കുന്നത്. പുലർച്ചെ തോട്ടങ്ങളിൽ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികളാണ് ഏറെ ദുരിതമനുഭവിക്കുന്നത്. ഏതു സമയത്തും ആക്രമിക്കാനെത്തുന്ന ആനകൾക്കിടയിൽ നിന്ന് പണിയെടുക്കേണ്ട ഗതികേടിലാണ് തൊഴിലാളികൾ. കാടിറങ്ങുന്ന ആനകളെ ഒരു പരിധിവരെ തടയാൻ വനാതിർത്തികളിൽ കിടങ്ങ് തീർക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം പരിഗണിക്കാൻ പോലും ഇതുവരെ അധികൃതർ തയ്യാറായിട്ടില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. മതിലകം CK വളവിൽ മെഴുകുതിരിയിൽ നിന്ന് തീ പടർന്ന് വീടിന് തീപിടിച്ചു. വെള്ളിയാഴ്ച രാത്രി 10:30യോടെയാണ് സംഭവം. വടക്കനോളി ജുലാഷിന്റെ ഉടമസ്ഥതയിലുള്ള വലിയകത്ത് റംലത്തും മകനും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. കറണ്ട് പോയതിനെ തുടർന്ന് മേശമേൽ മെഴുകുതിരി കത്തിച്ചു വെച്ചിരുന്നു. മകൻ പുറത്തേക്ക് പോയതിനെ തുടർന്ന് റംലത്ത് ഉറങ്ങാനും കിടന്നു. ഇതിനിടെ മെഴുകുതിരി കത്തിത്തീർന്ന് മേശയ്ക്ക് തീപിടിക്കുകയായിരുന്നു. പുറകെ തൊട്ടടുത്ത ഫ്രിഡ്ജും കത്തിനശിച്ചു. തീയും പുകയും ഉയർന്നതോടെ ഉറക്കമുണർന്ന റംലത്ത് പുറത്തേക്കോടി ഒച്ച വയ്ക്കുകയായിരുന്നു. ആളുകൾ ഓടിക്കൂടുമ്പോഴേക്കും വീടിന്റെ സീലിംഗും വാതിലും മറ്റുള്ളവയും കത്തിനശിച്ചു.
കാര്യമായ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. തീയണയ്ക്കാൻ നാട്ടുകാരും ആക്ട്സ് പ്രവർത്തകരും കഠിന പരിശ്രമം നടത്തി. മതിലകം പോലീസും കൊടുങ്ങല്ലൂരിൽ നിന്ന് ഫയർഫോഴ്സും എത്തിയാണ് തീയണച്ചത്. മതിലകത്ത് ദേശീയപാതയിൽ ക്രെയിൻ ഇടിച്ച് കാൽനട യാത്രക്കാരിയായ യുവതിക്ക് ഗുരുതര പരിക്ക്. വാടാനപ്പള്ളി ഇടശ്ശേരി സ്വദേശി മതിലകത്ത് വീട്ടിൽ 23 വയസ്സുള്ള സൂഫിയയ്ക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇവരെ SYS സാന്ത്വനം ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 9:30 മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപമായിരുന്നു അപകടം. റോഡരികിലൂടെ നടന്നു പോകുകയായിരുന്ന സൂഫിയയെ പുറകിലൂടെ വന്ന ക്രെയിൻ തട്ടി വീഴുകയായിരുന്നു. സൂഫിയയുടെ കാലിലൂടെ ക്രെയിനിന്റെ ചക്രം കയറിയിറങ്ങി. ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തികൾക്കായി പോയിരുന്ന ക്രെയിനാണ് അപകടമുണ്ടാക്കിയത്. റോഡരികിൽ കാനയുള്ളതിനാലും പുല്ല് കയറി കാട് പിടിച്ചു കിടക്കുന്നതിനാലും ഈ ഭാഗത്ത് കാൽനട യാത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. ദേശീയപാത നിർമ്മാണത്തിനായി എത്തിയിട്ടുള്ള JCB, ക്രെയിൻ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അമിത വേഗതയിലാണ് പോകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. സ്ഥിരമായി ഇത്തരം വാഹനങ്ങൾ അപകടമുണ്ടാക്കുന്നതും പതിവായിട്ടുണ്ട്. അപകടമുണ്ടാക്കിയ ക്രെയിൻ ഓടിച്ചിരുന്ന ബീഹാർ സ്വദേശി മുന്നകുമാറിനെ മതിലകം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മതിലകത്ത് സഹോദരിയുടെ വീട്ടിലെത്തിയതായിരുന്നു സൂഫിയ. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7140 രൂപ, പവന് 57,120 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ വല്ലച്ചിറ പഞ്ചായത്ത് സമ്മേളനം നടന്നു. കപിലാശ്രമം മഠാധിപതി സ്വാമി തേജസ്വരൂപാനന്ദ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ പ്രസ് ക്ലബിന്റെ 16ാം വാർഷികം ഡിസംബർ 15 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒല്ലൂർ ശ്രീഭവനം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന വാർഷികാഘോഷം കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. വെങ്ങിണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവീക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് ക്ഷേത്ര അങ്കണത്തിൽ നടന്ന ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.